മുഖ്യമന്ത്രിയെ വിമർശിച്ച് എം.വി. ഗോവിന്ദൻ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സംബന്ധിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശന് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ മംഗലാപുരം സന്ദർശനം ഇതിനുവേണ്ടി കൂടിയായിരുന്നുവെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. സർക്കാർ അറിയാതെയാണെങ്കിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കും, അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണം. അദാനി ഡീലും മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയുമായും ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി പ്രതികരിക്കണമെന്നും എം.വി. ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിലായിരുന്നു എം.വി. ഗോവിന്ദന്റെ പ്രതികരണം. കേരളം ഭരിക്കുന്നത് അദാനിയല്ലെന്ന് KC വേണുഗോപാൽ ഓർമ്മിപ്പിച്ചത് സതീശനെയാണ്. മോദിക്കും അദാനിക്കും വേണ്ടി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി സതീശൻ മാറിയെന്നും എം.വി. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനിയാണെന്നുള്ള വ്യാജ പ്രചരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. പാർട്ടി നേതൃത്വത്തിന് ഇതേപ്പറ്റി അറിവുണ്ടായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. അദാനിയുമായി ഒരു ഡീലും CPIM ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് ദേശാഭിമാനിയിലല്ല ആദ്യം വാർത്ത വന്നത്. ജൂൺ 1-ാം തീയതി എക്കണോമിക്സ് ടൈംസ് ആണ് വാർത്ത ആദ്യം നൽകിയത്. ജൂൺ 3-ന് മാതൃഭൂമിയുടെ പിൻപേജിൽ വളരെ പ്രാധാന്യത്തോടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു. വസ്തുത ഇതാണ് എന്നിരിക്കെയാണ് മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞ് ദേശാഭിമാനിയെയും പാർട്ടി നേതൃത്വത്തെയും ഇതിലേക്ക് വലിച്ചിഴക്കുന്നതെന്നും എം.വി. ഗോവിന്ദൻ വിമർശിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ മുൻമന്ത്രി P. രാജീവും രംഗത്തെത്തി. മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകൾ വസ്തുതാവിരുദ്ധമാണെന്ന് P. രാജീവ് പറഞ്ഞു. മുഖ്യമന്ത്രി കല്ലുവച്ച നുണ സത്യമെന്ന രീതിയിൽ പറയുകയാണ്. ഇരിക്കുന്ന പദവി അദ്ദേഹം മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന് ഇത്തരത്തിൽ വെല്ലുവിളിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഷയും വെല്ലുവിളികളും ഒരു പ്രതിപക്ഷ നേതാവിന്റേതിന് സമാനമാണെന്നും രാജീവ് വിമർശിച്ചു. അദാനി കമ്പനിയിൽ MSC കമ്പനിക്ക് ഓഹരി പങ്കാളിത്തം എന്ന വാർത്ത ആദ്യം വന്നത് ദേശാഭിമാനിയിലല്ല. ജൂൺ 3-ന് മാതൃഭൂമിയിൽ വാർത്ത വന്നു. അതിനു മുമ്പ് എക്കണോമിക് ടൈംസിൽ വന്നു. ഈ സർക്കാർ നിലവിൽ വന്ന ശേഷമുള്ള കാര്യങ്ങളിലാണ് ദുരൂഹതയെന്നും P. രാജീവ് പറഞ്ഞു.